എല്ലാവർക്കും ക്രിസ്തേശുവിൽ എൻ്റെ പ്രഭാതവന്ദനം. ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പരിശുദ്ധ ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണല്ലോ. ഇന്നെല്ലാവരും ദൈവാലയത്തിലേക്ക് പോകേണ്ട തിടുക്കത്തിലാണ്. ദൈവാലയം എന്ന് പറയുന്നത് ഒരു ചുമട് താങ്ങിക്ക് സമമാണ്. ചുമട് താങ്ങി എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ കാട്ടിൽ നിന്ന് വിറകോ തടിയോ ഒക്കെ വെട്ടിക്കൊണ്ട് ആളുകൾ ചുമന്നു കൊണ്ടുവരുന്ന വഴിക്ക് ചുമടിറക്കി വെച്ച് വിശ്രമിക്കാനുള്ള ഒരു ചുമട് താങ്ങി അവിടെ ഉണ്ടായിരുന്നു. ആരുടെയും സഹായമില്ലാതെ ചുമടിറക്കി വെക്കാം. പോകുന്ന സമയത്ത് ചുമടെടുത്തുകൊണ്ട് പോകാം. ആരുടെയും സഹായമില്ലാതെ എടുത്തുകൊണ്ട് പോകാം. ഇതുപോലൊരു അനുഭവമാണ് ദൈവാലയം. പക്ഷേ ചുമടിറക്കി വെക്കാനുള്ള സ്ഥലം മാത്രമാണ് ദൈവാലയം. ചുമട് എടുത്തുകൊണ്ട് പോകാൻ പിന്നെ പറ്റില്ല. അതുകൊണ്ടാണ് 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മേൽ നമ്മുടെ സകല ചിന്താകുലവും ഇട്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസപിതാവേ, അനുഗ്രഹവും ധന്യവുമേറിയ സെപ്റ്റംബർ മാസത്തിൻ്റെ 1-ാമത്തെ ദിവസത്തിനും പരിശുദ്ധ ദിവസത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ദൈവാലയത്തിലേക്ക് കടന്നു ചെന്ന് ഞങ്ങളുടെ ഭാരങ്ങളെ ഇറക്കി വെച്ച് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ സ്വർഗം ഇടയാക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത കർത്താവെ, നിൻ്റെ മക്കളെ നീ അവിടുന്ന് ആശ്വസിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ ജനത്തെ നീ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകുന്നു. സ്വർഗത്തിലെ ദൈവമേ, നീ അവിടുന്ന് സ്വർഗീയ ഭണ്ഡാരങ്ങളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിന്റെ മക്കളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് നടത്തപ്പെടുന്ന എല്ലാ ദൈവാലയങ്ങളുടെയും ആരാധനകളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. എല്ലാ ദൈവമക്കളുടെയും ഭാരത്തെ നീ അവിടുന്ന് ചുമക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു. മാനവും മഹത്വവും അവിടെ നിന്ന് എടുക്കണം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.